ഹായ് ഫ്രണ്ട്സ്, ഈസി ആയിട്ട് എങ്ങനെ കക്ക റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് എടുത്തേക്കുന്നത് 1/2 കിലോ കക്ക ഇറച്ചിയാണ്. കക്ക ഇറച്ചി നല്ലതുപോലെ വൃത്തിയാക്കണം. അതിനുള്ളിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം കക്ക റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ 2 സവാള, കുറച്ച് ചെറിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്നിവയാണ്. സവാളയും ചെറിയുള്ളിയും കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി കക്ക എങ്ങനെ റോസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വയ്ക്കുക. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. അതിനുശേഷം നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില എന്നിവ ഇട്ട് നല്ലതുപോലെ വഴറ്റുക. ഇവ പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇടുക. സവാള ആവശ്യാനുസരണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കുക. തക്കാളിയും സവാളയും നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അതിനുവേണ്ടി നമ്മൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇറച്ചി മസാല എന്നിവയാണ് ചേർക്കുന്നത്. ഇവ ഏകദേശം ഒരു 2-3 സെക്കൻഡ് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇവയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു ശകലം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കക്കയിൽ ഓൾറെഡി വെള്ളമുണ്ട്. ആ വെള്ളത്തിലാണ് കക്ക വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കക്ക പകുതി വേവായിട്ടുണ്ട്. ഈ സമയം ആവശ്യത്തിന് ഉപ്പിടുക. അതിനുശേഷം പൊടിച്ചു വച്ചിരിക്കുന്ന കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലപ്പൊടിയും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒരു 5 മിനിറ്റും കൂടി പാകം ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടപ്പ് തുറന്ന് വെച്ച് വേണം നമ്മൾ പാകം ചെയ്യേണ്ടത്. ഇത് ഡ്രൈ റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയാണ് അടപ്പ് തുറന്ന് വെച്ച് കുക്ക് ചെയ്യണമെന്ന് പറയുന്നത്.